എല്ലാവർക്കും നമസ്കാരം. തെന്നാലിരാമൻ്റെ കഥയാണിന്ന് പറയുന്നത് കേട്ടോ. തെന്നാലിരാമൻ്റെ കുതിര, ഇതാണ് കഥയുടെ പേര്. വിജയസാഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായരുടെ സഭയിലെ കവിയും വിദൂഷകനുമായിരുന്നു തെന്നാലിരാമൻ. ഒരിക്കൽ അറേബ്യയിൽ നിന്നും ഒരു വ്യാപാരി കുറേ കുതിരകളുമായി വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിലുള്ളവർ ആ കുതിരകളെയെല്ലാം വാങ്ങി. ഇത് കണ്ട തെന്നാലിരാമൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങിയ ഈ അറേബ്യൻ കുതിരകളെക്കാളും എന്തുകൊണ്ടും കേമന്മാരാണ് നമ്മുടെ രാജ്യത്തിലെ കുതിരകൾ. എന്നാൽ രാമൻ പറഞ്ഞത് അവർക്ക് തീരെ ഇഷ്ടമായില്ല. അവർ രാമനോട് പറഞ്ഞു അത്രേ, അല്ലയോ രാമ, അങ്ങ് പറഞ്ഞതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അറേബ്യൻ കുതിരകൾ തന്നെയാണ് കേമന്മാർ. ഇത് കേട്ടുകൊണ്ടിരുന്ന രാജാവ് തെന്നാലിരാമനോടും കൊട്ടാരത്തിലുള്ളവരോടുമായി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. കൊട്ടാരത്തിൽ ഒരു കുതിരയോട്ട മത്സരം നടത്താം. അതിൽ നമ്മുടെ രാജ്യത്തിലെ കുതിരകളും അറേബ്യൻ കുതിരകളും മത്സരിക്കട്ടെ. വിജയിക്കുന്ന കുതിര എവിടെയുള്ളതാണോ അതാണ് കേമൻ. മാത്രമല്ല, ജയിക്കുന്ന കുതിരയുടെ ഉടമയ്ക്ക് 1000 സ്വർണ്ണ നാണയം ഞാൻ സമ്മാനമായിട്ട് നൽകുന്നതാണ്. രാജാവിൻ്റെ തീരുമാനം ഏവർക്കും സ്വീകാര്യമായിരുന്നു. എല്ലാവരും കുതിരയോട്ട മത്സരത്തിനായി കുതിരകളെ തയ്യാറെടുപ്പിച്ചു. കുതിരകൾക്ക് നല്ല ആഹാരം കൊടുത്തു. അതിനെ ആരോഗ്യമുള്ളതും ശക്തനുമാക്കി മാറ്റി. മാത്രമല്ല, കുതിരയെ ഓടിക്കുന്നതിനായിട്ട് നല്ല പരിശീലനം ലഭിച്ച കുതിരയോട്ടക്കാരനെയും വച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ രാമനാണെങ്കിലോ, കുതിരയ്ക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന അത്ര മാത്രം പുല്ലും വെള്ളവും കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കുതിരയോട്ട മത്സരത്തിന് തീരുമാനിച്ചിരുന്ന ദിവസം വന്നെത്തി. എല്ലാവരും തങ്ങളുടെ കുതിരകളുമായിട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ കുതിരകളും തടിച്ചു കൊഴുത്തിരിക്കുകയാണ്. എന്നാൽ രാമൻ്റെ മാത്രം കുതിരയാകട്ടെ ആകെ മെലിഞ്ഞതും ആരോഗ്യം ഇല്ലാത്തതുമായിരിക്കുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ രാമനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മത്സരം ആരംഭിക്കാൻ സമയമായി. എല്ലാവരും ഓട്ട മത്സരത്തിനുള്ള കുതിരകളെ വരിയാക്കി നിർത്തി. കുതിരകളെ ഓടിക്കാൻ പരിശീലിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, അവരും അവിടെ എത്തിയിട്ടുണ്ട്. തെന്നാലിരാമൻ തൻ്റെ വിശന്നു വലഞ്ഞ കുതിരയെയും അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, എൻ്റെ കുതിരയെ ഞാൻ തന്നെയാണ് ഓടിക്കണത്. ഇത് കേട്ട് മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു. അവർ പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. രാമന് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. കുതിരപ്പുറത്ത് കയറി രാമൻ്റെ കയ്യിൽ ഒരു നീളമുള്ള ഒരു വടിയും അതിൻ്റെ അറ്റത്ത് കുറച്ച് നല്ല പച്ച പുല്ലും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ മത്സരം ആരംഭിച്ചു. ഉടൻ തന്നെ രാമൻ തൻ്റെ കയ്യിലിരുന്ന പുല്ല് കെട്ടിയ വടി കുതിരയുടെ മുന്നിലായി വരുന്ന വിധം നീട്ടിപ്പിടിച്ചു. വിശന്നു വലഞ്ഞ കുതിര നല്ല പച്ച പുല്ല് കണ്ട് അത് കഴിക്കാനുള്ള ആർത്തിയിൽ മുന്നോട്ട് പാഞ്ഞു. എന്നാൽ കുതിര എത്ര ഓടിയിട്ടും അതിന് ആ പുല്ല് കിട്ടിയില്ല. എന്നാൽ ആ പുല്ല് അതിൻ്റെ കൈയെത്തും ദൂരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുതിര വീണ്ടും വീണ്ടും വേഗം കൂട്ടിക്കൊണ്ടേയിരുന്നു. ആഹാരത്തിന് വേണ്ടി ഓടുന്ന രാമൻ്റെ കുതിരയോടൊപ്പം എത്താൻ മറ്റു കുതിരകൾക്കൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രാമൻ്റെ കുതിര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. കുതിരയോട്ടത്തിൽ ജയിച്ച തൻ്റെ കുതിരയ്ക്ക് രാമൻ ആദ്യം തന്നെ വയറ് നിറയുവോളം പുല്ലും വെള്ളവും നൽകി. ഇത് കണ്ട് രാജാവ് തെന്നാലിരാമനോട് ചോദിച്ചു, അല്ലയോ രാമ, എങ്ങനെയാണ് ഇത്രയും ആരോഗ്യമുള്ള കുതിരകൾക്കൊപ്പം ഓടിയിട്ടും ആരോഗ്യമില്ലാത്ത നിന്റെ കുതിരയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്? രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, മറ്റു കുതിരകൾ ജയിക്കുന്നതിന് വേണ്ടിയാണ് ഓടിയതെങ്കിൽ എൻ്റെ കുതിര ആഹാരത്തിന് വേണ്ടിയാണ് ഓടിയത്. ഞാൻ ഒരിക്കലും എൻ്റെ കുതിരയ്ക്ക് വയറ് നിറയുവോളം ഭക്ഷണം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കൂടാതെ പുല്ല് കണ്ടതും അതിൻ്റെ വിശപ്പ് ഇരട്ടിയായി. കുതിര അതിവേഗം തന്നെ ഓടി. അങ്ങനെയാണ് എൻ്റെ കുതിരയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. മറുപടി കേട്ട രാജാവിന് രാമൻ കുതിരയോട്ട മത്സരത്തിൽ ജയിക്കാനുണ്ടായ ആ ഒരു രഹസ്യം മനസ്സിലായി. വിജയിക്കുന്നതിനായിട്ട് രാമൻ പ്രയോഗിച്ച സൂത്രം രാജാവിനും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. രാജാവ് പിന്നെ ഒട്ടും വൈകാതെ തന്നെ രാമന് അർഹതപ്പെട്ട സമ്മാനവും നൽകി. തെന്നാലിരാമൻ്റെ ബുദ്ധിശക്തിയുടെ ഒരു കഥ കൂടി നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കഥയായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം.